രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഭക്തിയോടെ അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചത് ആ കഞ്ഞിവീത്തിന് അരിയിടുകയാണ്. അപ്പോൾ അവൻ്റെ കഞ്ഞിമലയാണ് കേട്ടോ. എന്നിട്ട് അവൻ പോയി കിടന്നുറങ്ങി. ബാക്കി പണികളൊക്കെ ഞങ്ങളാണ് എടുത്തത്. പുഴുക്കിന് വേണ്ടിയിട്ടുള്ള മരിച്ചിനി, ചേന, അങ്ങനെ വേണ്ട സകലതും ഞങ്ങളിതാ ചെത്തി വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും ആദ്യം പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം കൊച്ചു തമാശകളും ഗുണങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയിലെ കാറ്റും മഴക്കോളും കണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഭയന്നു കേട്ടോ. കാറ്റത്ത് തീ കത്തുവോ, എല്ലാം സമയത്തിന് പാകമാവോ എന്നൊക്കെ ഒരു ഉത്കണ്ഠ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ശുഭമായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇനി പുഴുക്ക് തയ്യാറാക്കാനുള്ള തന്ത്രപ്പാട്ടിലാണ് എല്ലാവരും. പച്ചക്കറിക്ക് മീതെ വരെ വെള്ളമൊഴിച്ച് എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ചും വെച്ചു. എല്ലാം ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച നിലക്കടലയും പെരുമ്പയറും കൂടി ചേർത്ത് നല്ലോണം ആഞ്ഞിളക്കുകയാണ് എല്ലാവരും. ഇനി അല്പം മാന്ത്രിക കൂട്ടുകൂടി ആയാലോ. നല്ലവണ്ണം തിളയ്ക്കുകയും വേണം, എന്നാലൊട്ട് അടിയിൽ പിടിക്കാനും പാടില്ല. അതുകൊണ്ട് കൈയൊഴിയാതെ എല്ലാവരും മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനമായി വറുത്തരിച്ച തേങ്ങയും കടുവറുത്ത വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ സംഗതി അടിപൊളി. അപ്പം ഞാനും പോയി അയ്യപ്പൻ കഞ്ഞി കുടിച്ചേച്ചും വരാം കേട്ടോ. വിളമ്പി തുടങ്ങിയതും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഉണ്ടാക്കി തീരുന്നതും പുഴുക്കും കഞ്ഞിയും എങ്ങനെയെങ്കിലും അകത്താക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു എനിക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.